കൊണച്ചിട്ടുണ്ട് കുണ്ണ വീട്ടിലതോലോകമേ നീ കൂടുതൽ കൊണക്കല്ലേ ഇങ്ങനത്തെ ഇതൊക്കെ കാണിച്ച് കളിക്കണോ? സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം മോലു. ഞാൻ ടീം കളിച്ചോണ്ടിരിക്കുക. ഒന്നാമത് അറിയാലോ എത്ര നേരം കളിച്ചു കണ്ടിന്യൂസ് കളിച്ചോണ്ടിരിക്കും. റിലോഡ് സ്കിൻ അടിച്ചിട്ട് ഒന്നും ഇടിച്ച് ഇടിച്ച് ഇങ്ങനെ റിലോഡ് സ്കിൻ അടിച്ച് അടിച്ചോണ്ടിരിക്കുക എല്ലാരെയും. എന്നിട്ട് അടിച്ചിട്ട് നിനക്ക് എന്തൊരു കുഴപ്പമുണ്ടാ കൂറ് നിർത്തി 3 പറഞ്ഞിട്ടുള്ളൂ നിർത്തി. അപ്പൊ ഞാൻ എന്നിട്ട് നിർത്തിയിട്ട് എക്സൈലിട്ട് ടീമിനകത്ത് പ്രശ്നമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തോട്ട് വരാൻ പറഞ്ഞു. പുറത്തോട്ട് വന്നപ്പോ ഇവൻ പുറത്ത് വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഫുള്ള് വിളിച്ചു ചോദിച്ചു. നീ വിളിക്കാൻ വന്ന ഫുള്ള് വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിക്കത്തില്ല എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ഗ്യാങ് ഏത് വെച്ചു. ഞാൻ കേവി എന്ന് പറഞ്ഞു. കണ്ടിവാ അതോലാകം പറഞ്ഞു വരങ്ങ് തുടങ്ങി. എന്റെ കൊച്ചുവാണമേ കൊച്ചുവാണമേ എന്നിട്ട് ഇവൻ ഇങ്ങനെ പറഞ്ഞു കൊച്ചുവാണമേ എന്നിട്ട് പറഞ്ഞ് നീ വീട്ടിൽ ചെന്ന് ചോദിച്ചോക്ക് നീ എങ്ങനെ ഉണ്ടായെന്നൊക്കെ ചോദിച്ചൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോ എനിക്കും ഞാൻ തിരിച്ചും പറഞ്ഞു സംഭവം. അവിടെ വെച്ച് സംസാരമായി. എന്നിട്ട് ഇപ്പൊ ഇവന്മാര് കൊണച്ചോണ്ടിരിക്കുന്നത് അവൻ ജാക്സ് പാരോ VND എന്റെ കൂടെ നടക്കും. ബ്രോ കുറച്ചത്തെ ലീഡറിനെ ചോദിച്ചിരുന്നു. ലീഡറിന്റെ ബ്രോ അങ്ങനെ പറയുമ്പോ ചോദിക്കാൻ ലീഡർ എന്താണ് ഈ രാവിലെ എന്താ എത്ര കൃപി കടി പോയി കിടന്നുറങ്ങിക്കൂടെ? എന്താ നിങ്ങളുടെ ചൊറിച്ചിൽ നിങ്ങളെ ചൊറിച്ചിലുള്ളതാണ് വന്നുള്ളത് തിരിച്ചു വന്നുള്ളത്. ലീഡറിനെ അന്വേഷിച്ചെന്ന് പറഞ്ഞു അതുകൊണ്ട് വന്നാ എന്താ ലീഡർ അന്വേഷിച്ചെന്ന് പറഞ്ഞു അതുകൊണ്ടാ വന്ന് എന്ത് പറ്റി? നീ അമ്പിയാണോടാ നീ അമ്പിയാണോടാ? ആദ്യം ഒറ്റ വാക്കിൽ വർത്താനം പറഞ്ഞ പറഞ്ഞ വാക്കിൽ ഉറച്ചേക്ക്. അതെ സ്വന്തമായിട്ട് നട്ടല് കാണിക്കുക. എത്രക്ക് ഉറപ്പുണ്ടെങ്കിൽ പുറത്തിറങ്ങി കൊണക്ക്. അല്ലാണ്ട് മറ്റേ സേഫ് സോള് മറ്റേ അവിടെ ഇറങ്ങിയിട്ടില്ല. ആ ഒമ്പുജി കുനിഞ്ഞിട്ട് തരുമായിരിക്കും. ഈ കുനിഞ്ഞു തരുക്കും. എടാ പുറത്തിറങ്ങാൻ ഉറപ്പുണ്ടെങ്കിൽ ഇറങ്ങടാ. പുറത്തിറങ്ങിട്ട് ഉറപ്പുണ്ടെങ്കിൽ ഇറങ്ങടാ. ഇറങ്ങിട്ട് കൊണക്ക്. അല്ലാണ്ട് സേഫ് സോണിൽ അവിടെ ഇരുന്നിട്ടല്ലേ ആക്കുന്നത്. സേഫ് സോണിൽ അവിടെ ഇരുന്നില്ലല്ലേ. എടാ നിന്റെ അവിടെ ആരെങ്കിലും നിന്റെ ഗാങ്ങിനെ പറഞ്ഞുള്ളൂ. എന്റെ ഗാങ്ങിനെ പറഞ്ഞില്ലേ? എടാ എന്റെ ഗാങ്ങിനെ പറഞ്ഞില്ലേ? എടാ എന്റെ ഗാങ്ങിനെ പറഞ്ഞുള്ളത്. മനസ്സിലായ എടാ ഇത്രക്ക് ഉറപ്പില്ലെങ്കിൽ വല്ല പോടാ ഉള്ളി പോടാ. എന്ത് ഒറ്റക്ക് ഒറ്റക്ക് നീ ഉണക്കുന്ന എന്റെ കഴിവുകേട്. ഞങ്ങൾ ഇത്രയും പേര് ഈ ലൈവിൽ വരുന്നത് നമ്മുടെ ഇത്. നീ ഒറ്റക്ക് ഉണക്കുന്ന എന്റെ കഴിവുകേട്. നീ വിളിച്ചിട്ട് വന്നില്ലായിരുന്നു. എടാ എന്റെ ഗ്യാങ്ങിനോടെ പൊട്ടനാണോടാ? ഞങ്ങൾ ഗ്യാങ്ങട പൊട്ടനാണോടാ? എടാ തലക്കോളല്ലേ? തലക്ക് വെളിയില്ലേ? നമ്മള് ഗ്യാങ്ങടാ. എന്തോന്ന് നീ ആദ്യം മര്യാദ നമ്മളെ കാര്യം പരിപാടിക്കുന്ന ആവശ്യമില്ല. നമ്മളെ കാര്യം നമ്മൾ നോക്കിക്കോളാം. ഇത്രക്ക് ചൊറിച്ചില് കളിച്ചില്ലാണെങ്കിൽ അവിടെ ടീമിൽ പെറ്റിരുന്നാ മതി. അതൊന്ന് പറഞ്ഞ അല്ല എടാ നിക്ക് അല്ല സിറ്റുവേഷൻ ഒന്ന് പറഞ്ഞേ അവനാ തുടങ്ങിയെന്ന് പറഞ്ഞില്ല. ഒന്ന് പറഞ്ഞേ ബ്രോ ഒന്ന് പറഞ്ഞേ തുടങ്ങിയ അവനെ തുടങ്ങി പറഞ്ഞില്ലേ ബ്രോ പറ. എടാ പറയടാ എനിക്കറിയാം അവൻ പറയാള് പറഞ്ഞു. എടാ അവൻ പറയാള് നീയല്ലേ പറഞ്ഞു അവനാ തുടങ്ങിയത് പറഞ്ഞു. നീ പറയടാ. എടാ അവൻ തുടങ്ങിയതല്ലേ പറഞ്ഞു. പറ സിറ്റുവേഷൻ അത്ര ഓർമ്മ പറയടാ. അമ്പി കളിക്കാണ്ട് പറയടാ. എടാ അമ്പി കളിക്കാണ്ട് പറയടാ. അവനാ തുടങ്ങിയത് പറഞ്ഞില്ലേ? പറയടാ. എന്താ എന്ത്? എടാ കുറച്ച് മാസം അടിക്കാൻ ആളുകളുണ്ട്.
ഇതേപോലത്തെ തീട്ട കണ്ടിട്ട് ഇങ്ങനെ തന്നെ വർത്താൻ പറയുള്ളൂ. എടാ അത് നിനക്ക് മാസാരി തോന്നിയത് അതിന് തന്തയില്ലാത്ത ജൂൺ അവനെ വിളിച്ചാൽ മനസ്സിലായോ? നീ ഇവിടെ ഊമ്പാൻ വരില്ല, നീ എടാ പോടെന്നുള്ള വിളി മനസ്സിലായോ? എടാ അവനാ തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ ഈ പറയടാ. എടാ അവനാ തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ ഈ പറയടാ അത്ര ഉറപ്പില് പറയടാ. അമ്പി കളിക്കാണ്ട് പറയേ, അമ്പി കളിക്കാണ്ട് പറയേ. ഇയല്ലേ പറഞ്ഞ അവനാ തുടങ്ങി പറഞ്ഞില്ലേ? സിറ്റുവേഷൻ ഒക്കെ പറ. ഒരു കിണ്ടി അറിയില്ല, ഒരു കുണ്ടി അറിയാണ്ട് പിന്നെ ചിലക്കാതെ വെക്കേണ്ട ആവശ്യമില്ല. ഒരു കുണ്ടി അറിയാണ്ട് ചിലക്കാതെ വെക്കേണ്ട ആവശ്യമില്ല. എന്ത് ഉറപ്പിക്കണം? ഈയടാ പറഞ്ഞു ഞാൻ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എടാ എന്റെ മെമ്പർ എന്റെ അടുത്ത് കാര്യം പറഞ്ഞിട്ട് എനിക്കറിയാം എന്താ സിറ്റുവേഷൻ എന്നുള്ളത്. സിറ്റുവേഷൻ അത് നിന്റെ ക്രിമികടി, നിന്റെ ക്രിമികടി, നിന്റെ ഗാങ്ങിന്റെ ക്രിമികടി. നീ പറ, നീ സിറ്റുവേഷൻ എന്ന് പറഞ്ഞേ. ഞാനാ പറ സിറ്റുവേഷൻ. എടാ നീ ആരും നീ പറയുമ്പോ പറയാം. കുറച്ചെങ്കിലും ധൈര്യം മനസ്സിലായോ? എടാ ഈ കൊണക്കാൻ കിട്ടുന്ന ധൈര്യം പുറത്തിറങ്ങാൻ എനിക്ക്. എടാ കൊണക്കാൻ ചെയ്യില്ല, കുറച്ചിട്ട് സേഫ് സോണിൽ നിൽക്കേണ്ട ആവശ്യമില്ല. സിറ്റുവേഷൻ ട്രിഗർ ആക്കി സേഫ് സോൺ ആക്കി നിൽക്കേണ്ട ആവശ്യമില്ല. അത് അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ അത് എന്താ ചെയ്യണം നമുക്കറിയാം. എന്ത് എടാ നമ്മള് പുറത്തിറങ്ങറിയാണ്. എടാ നമ്മള് പുറത്തിറങ്ങാൻ റെഡിയാടാ പൊട്ട. എന്താണ് തലക്കാലത്ത് ഓളല്ലേ? എടാ നമ്മള് റെഡിയാടാ. എടാ എനിക്ക് തലക്കാത്ത ബുദ്ധിയില്ലടാ. എടാ നമ്മള് പുറത്തിറങ്ങാൻ പറയുന്നു, നീ ഇറങ്ങി ഞങ്ങൾ ഇറങ്ങാൻ റെഡിയാണ്. നീ ഇവിടെ അതാ പറഞ്ഞ ഇത്ര ഉറപ്പുള്ളൂ, ഇത്രേ എന്റെ ഉറപ്പുള്ളൂ. എന്റെ നട്ടൽ ഇത്രേ ഉറപ്പുള്ളൂ. എന്റെ സൗകര്യത്തിന് നിൽക്കാൻ ആവശ്യമില്ല. എന്റെ സൗകര്യത്തിന് എന്റെ മാമന്റെ വകയല്ല ഈ ഇതുള്ളത്. എന്റെ സൗകര്യത്തിന് സിറ്റുവേഷൻ എന്റെ മാമന്റെ വകയല്ല ഇതുള്ളത്. മനസ്സിലായടാ? സിറ്റുവേഷൻ ട്രിഗർ ആക്കി കഴിഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് കൊണക്ക്. അതിന് ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻ എടുക്കാൻ നിൽക്കുക. അല്ലെങ്കിൽ വാ പുത്തി മിണ്ടാണ്ടിരിക്കുക. ആളിരിക്കുമ്പോൾ വരിക, വാ പുത്തി മിണ്ടാണ്ടിരിക്കുക. അത്ര കൊണക്ക ഉറപ്പില്ല, ആളില്ല എന്നുണ്ടെങ്കിൽ വാപ്പത്തി മിണ്ടാണ്ടിരുന്ന ആള് വരുമ്പോ കൊളക്കാം. മനസ്സിലായടാ? എടാ മനസ്സിലായടാ? ഉറപ്പുണ്ടെ പുറത്തിറങ്ങി കൊടുക്ക്. പുറത്തിറങ്ങി കൊടുക്കടാ. അത്രക്ക് ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങി കൊടുക്ക്. അല്ലാന്നുണ്ടെങ്കിൽ വാപ്പത്തി മിണ്ടാണ്ടിരിക്കുക. എവിടെ കുനിഞ്ഞിരിക്കുക അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും ഇതൊക്കെയാ. നീ ഇപ്പൊ ഇറങ്ങിയിട്ടില്ല. നീ ഇറങ്ങിയിട്ടില്ലെങ്കിൽ നിന്റെ കൂടുള്ളമാരെ എവിടെ കണ്ടാലും തല്ലും. മനസ്സിലായ? എവിടെ കണ്ടാലും പട്ടുകളല്ല. മനസ്സിലായ? എടാ നീ പുറത്തിറങ്ങുന്നത് ചെയ്യില്ല. ഇതേപോലെ മറ്റേ സേഫ് സോണിൽ അടയിരുന്ന ഒരു കിണ്ടിയും ചെയ്യില്ല. സേഫ് സോണിൽ ഇതേപോലെ അടയിരുന്ന ഒരു കൊണ്ടായും ചെയ്യത്തില്ല. അതറിയാം. നിന്റെ അതാണുള്ള പണി. ഈ മാസിന്റെ 1% പുറത്തിറങ്ങി ഉണക്കടാ. ഈ മാസിന്റെ 1% പുറത്തിറങ്ങി ഉണക്കടാ. ഈ ഡയലോഗി എല്ലാ ടൈമിന്റെ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ പുറത്തിറങ്ങി ഉണക്കടാ ജി. എന്തോന്ന് ഓ പിന്നെ ഇവിടെ മറ്റേ ഇതല്ല കൈക്കോട്ടലൊക്കെ വന്നുള്ളടാ രാവിലെ നെല്ല് വെക്കാൻ വേണ്ടിട്ട്. ഒന്ന് പോടാ കണ്ണയെടുത്ത് എന്ന് പോടാ. കണ്ടി അവിടെ നിന്ന് കണ്ടി കേട്ടോ കണ്ടി. എടാ കണ്ടി കേട്ടറാ. നിന്റെ വായ അടിച്ചെങ്കിൽ നിന്റെ കഴിവേട്. കുറച്ച് റെസ്റ്റ് എടുക്ക്. ഡെയിലി പോകുന്നല്ലേ, അപ്പൊ അതിന്റെ ഉറപ്പായിരിക്കും. കുറച്ച് റെസ്റ്റ് എടുക്ക്. കുറച്ച് ക്ഷീണിച്ച് അവിടെ ഇരിക്കും. വാഴ അടിച്ചെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുക്ക്. വന്നോളൂ. ഒന്ന് മാറിക്കോട്ടെ. സോറി തോന്നല്ലേ? ഞാൻ പറയട്ടെ, ഇവന്മാരൊന്നും ദാക്ഷിണ്യം കാണിക്കുന്നില്ല. മനസ്സിലായി? നമ്മ ആളുണ്ടെ നമ്മളെ കത്തിച്ച് വരാൻ കത്തിച്ചിട്ട് റീസ്പോൺ അടിക്കണം. മറ്റേ അഡ്മിനില്ല റീസ്പോൺ.